നമസ്കാരം. വിശ്വനാഥൻ ആനന്ദിന് ശേഷം ലോക ചാമ്പ്യൻഷിപ്പ് കിരീടം ഇന്ത്യയിലേക്ക് എത്തിച്ച ദൊമരാജ് ഗുഗേഷ് ആയിരുന്നു കഴിഞ്ഞ ദിവസം ഇന്ത്യയിലെ മാധ്യമങ്ങളുടെ ഏറ്റവും ശ്രദ്ധേയമായ തലക്കെട്ട്. 14ാം റൗണ്ട് വരെ നീണ്ട ആവേശകരമായ മത്സരത്തിൽ ചൈനീസ് താരം ഡിങ് ലിറിനെ അട്ടിമറിച്ചാണ് ഗുഗേഷ് ലോക കിരീടത്തിൽ മുത്തമിട്ടത്. ഇതോടെ ലോക ചെസ് ചാമ്പ്യനാകുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരവുമായി ഗുഗേഷ് മാറി. 18 വയസ്സും 8 മാസവും 14 ദിവസവുമാണ് ഗുഗേഷിന്റെ പ്രായം. 22ാം വയസ്സിൽ ലോക ചാമ്പ്യനായ ഗാരി കാസ്പറോവിന്റെ റെക്കോർഡായിരുന്നു ഗുഗേഷ് മറികടന്നത്. ലോകത്തിന് മുന്നിൽ ഇന്ത്യയുടെ യശസ് ഉയർത്തിപ്പിടിച്ചുകൊണ്ടായിരുന്നു ഡി ഗുഗേഷ് ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് സ്വന്തമാക്കിയത്. അദ്ദേഹത്തിന്റെ വിജയം രാജ്യമാകെ ആഘോഷിക്കുമ്പോൾ ദി ഫ്രീ പ്രസ് ജേണൽ എന്ന പത്രം കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയ റിപ്പോർട്ടാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. ചൈനീസ് വിഭവമായ ചൗമിയയും സാമ്പാറും തലക്കെട്ടിൽ ഉൾപ്പെടുത്തിയാണ് ലോക ചെസ് ചാമ്പ്യൻഷിപ്പിന്റെ വാർത്ത പത്രം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ചൗമയെ സാമ്പാർ പരാജയപ്പെടുത്തിയെന്നായിരുന്നു ആ തലക്കെട്ട്. ലോകത്തിലെ തന്നെ ഏറ്റവും മോശമായ തലക്കെട്ടാണിത് എന്നാണ് വിമർശനം ഉയരുന്നത്. ഗുഗേഷിന്റെ തമിഴ്നാട് പാരമ്പര്യം മുൻനിർത്തിയാണ് പത്രം ഇത്തരത്തിലൊരു തലക്കെട്ട് തിരഞ്ഞെടുത്തത്. ഈ വാർത്ത സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുകയാണ്. ചൈനീസ് വിഭവമായ ചൗമയും സാമ്പാറും ഉൾപ്പെടുത്തിയാണ് ലോക ചെസ് ചാമ്പ്യൻഷിപ്പിന്റെ വാർത്ത പത്രം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ധാരാളം മോശമായ കമന്റുകളാണ് ഈ വാർത്ത എഴുതിയ ലേഖകനെതിരെ വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്റേൺഷിപ്പ് ചെയ്യുന്നവരെയാണോ പ്രധാനപ്പെട്ട വാർത്തയുടെ തലക്കെട്ട് എഴുതാൻ ഏൽപ്പിക്കുന്നത്? വെറുപ്പാണ് തോന്നുന്നത്. വട മോമോസിനെ തകർത്തു എന്നാണോ അടുത്ത് ഉദ്ദേശിച്ചിരിക്കുന്ന തലക്കെട്ട്? തുടങ്ങി ധാരാളം കമന്റുകളും ഇതിനെതിരായി എത്തുന്നുണ്ട്. നിങ്ങളൊരു വർണ്ണവെറിയനാണെന്ന് പറയാതെ പറയുന്നത് ഇങ്ങനെയാണോ എന്നും സമൂഹ മാധ്യമങ്ങളിൽ ഒരു ഉപഭോക്താവ് ചോദിച്ചു. ഇതിനെ ഒരിക്കലും ക്രിയാത്മകമായ തലക്കെട്ടെന്ന് പറയാൻ സാധിക്കില്ലെന്നും ചിലർ വിമർശിച്ചു. അതേസമയം 12 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ചതുരംഗക്കളിയുടെ ചാമ്പ്യൻ പട്ടം ഇന്ത്യയിലേക്ക് എത്തുന്നത്. 14 റൗണ്ട് നീണ്ട ക്ലാസിക്കൽ ഗെയിമിൽ നിലവിലെ ചാമ്പ്യൻ ഡിങ് ലിറിനെ അട്ടിമറിച്ചായിരുന്നു ഗുഗേഷ് ചാമ്പ്യനായത്. 13 റൗണ്ട് വരെ ഒപ്പത്തിനൊപ്പം നിന്ന ശേഷമായിരുന്നു 14ാം റൗണ്ടിൽ അപ്രതീക്ഷിത നീക്കത്തിലൂടെ ഡി ഗുഗേഷ് ലോകപട്ടം ചാർത്തിയത്. ലോക ചാമ്പ്യനായ ഗുഗേഷിന് സമ്മാനമായി 11.45 കോടി രൂപയാണ് ലഭിക്കുക. ഡിങ് ലിറിന് 9.75 കോടി രൂപ ലഭിക്കും. 3 ജയം ഉൾപ്പെടെ 7.5 പോയിന്റുമായിട്ടാണ് ഗുഗേഷിന്റെ കിരീട നേട്ടം. 18-കാരനായ ഗുഗേഷ് പഴങ്കഥയാക്കിയത് 1985 ഗാരി കാസ്പറോവിന്റെ 22ാം വയസ്സിൽ നേടിയ കിരീട നേട്ടത്തെയാണ്. വിശ്വനാഥൻ ആനന്ദിന് ശേഷം ഇന്ത്യയിൽ നിന്ന് ലോക ചാമ്പ്യനാകുന്ന താരമെന്ന നേട്ടവും ഗുഗേഷിന് സ്വന്തം. ഇന്ത്യൻ ചെസ്സിന്റെ വർത്തമാനവും ഭാവിയുമൊക്കെയായി മാറുകയാണ് 18-കാരനായ ഗുഗേഷ്. അതിനിടെ ഡി ഗുഗേഷിനെ അഭിനന്ദിച്ച് മുൻ ലോക ചാമ്പ്യൻ ഗാരി കാസ്പറോവ് തന്നെ രംഗത്ത് വന്നിരുന്നു. ലോക ചാമ്പ്യനായ ഗുഗേഷിനെ അഭിനന്ദിക്കുന്നു. വിജയത്തിന്റെ കൊടുമുടിയിലെത്തിയ അദ്ദേഹം അമ്മയെ സന്തോഷവതിയാക്കുന്നു, കാസ്പറോവ് എക്സിൽ കുറിച്ചു. ഒന്നിലേറെ ട്വീറ്റുകളിലായി കളിയെ വിലയിരുത്തിയ കാസ്പറോവ് മത്സരം കടുത്തതായിരുന്നുവെന്നും അഭിപ്രായപ്പെട്ടു. ഗുഗേഷ് മികച്ച തയ്യാറെടുപ്പുമായിട്ടാണ് വന്നത്. നന്നായി കളിച്ചപ്പോൾ മത്സരത്തിൽ വിജയിച്ചു. ഗുഗേഷിന്റെ വിജയം ചെസ്സിൽ ഇന്ത്യയുടെ വളർച്ച കൂടിയാണ് രേഖപ്പെടുത്തുന്നത്. ചെസ് ഒളിമ്പ്യാഡിലും ഇന്ത്യൻ താരങ്ങൾ മികച്ച പ്രകടനമാണ് പുറത്തെടുക്കുന്നതെന്നും കാസ്പറോവ് എക്സിൽ കുറിച്ചിരുന്നു. 1985 അനറ്റോലി കാർപോവിനെ തോൽപ്പിച്ചാണ് ഗാരി കാസ്പറോവ് ലോക ചാമ്പ്യനായത്. ചൈനയുടെ ഡിങ് ലിറിനെ 14ാം റൗണ്ട് പോരാട്ടത്തിൽ മലർത്തിയടിച്ചാണ് 7.5 പോയിന്റുമായി ഗുഗേഷ് അവിശ്വസനീയ നേട്ടത്തിലെത്തിയത്. 14 റൗണ്ട് പിന്നിടുമ്പോൾ ഇന്ത്യൻ താരത്തിന്റെ 7.5 പോയിന്റിനെതിരെ 6.5 പോയിന്റ് നേടാൻ മാത്രമേ ഡിങ് ലിറിന് സാധിച്ചിരുന്നുള്ളൂ. അവസാന മത്സരം സമനിലയിൽ കലാശിച്ചിരുന്നെങ്കിൽ വിധി നിർണയം ടൈ ബ്രേക്കറിൽ എത്തുമായിരുന്ന വേളയിലാണ് അവസാന ക്ലാസിക്കൽ ടൈം കൺട്രോൾ ഗെയിമിൽ അപാരമായ മനസ്സാന്നിധ്യത്തോടെ ഗുഗേഷ് വിജയ തീരമണിഞ്ഞത്.